ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ അറബിക്കിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ അഥവാ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് പ്രിപ്പറേഷൻ മുന്നേ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് കീപ്പ് വാച്ചിങ്. നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നതെന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നുലവിൻ ചിത്രങ്ങൾക്ക് നിറം നൽകാം. അപ്പോൾ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ബനാന ഉണ്ട്, പിന്നെ ചെമ്പരത്തിയാണല്ലേ, പിന്നെ ഇല തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ കളറാണെന്നുള്ളത് മക്കൾക്ക് അറിയാം, പക്ഷേ അതിൻ്റെ അടിയിൽ കളറിൻ്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താ കൊടുത്തത്? അസ്ഫർ കൊടുത്തിട്ടുണ്ട്, അത് മഞ്ഞയാണ്. അഹ്മർ റെഡാണ്, അഹ്ലർ ഗ്രീനാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 3 കളർ നെയിം പഠിച്ചു വെക്കുക. അപ്പോൾ ഏതാണ് കളർ നോക്കിയിട്ട് കളർ ചെയ്യാനുണ്ടാവും. നമുക്ക് കളറിൻ്റെ നെയിം 2ാം ക്ലാസ്സിനും ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കുറച്ചും കൂടി അധികം കളേഴ്സ് പഠിക്കാണ്ട് നിങ്ങൾക്ക് അടുത്ത എക്സാം ആകുമ്പോഴത്തേക്ക്, ആനുവൽ എക്സാം ആകുമ്പോഴത്തേക്ക് ആ പോർഷനിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വായനാ കാർഡുകളിലെ ഒറ്റയനെ കണ്ടെത്തി ശരിയടയാളം നൽകാം. അപ്പോൾ ഇതിൽ 2 വായനാ കാർഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വായനാ കാർഡിൽ എന്താ ഉള്ളത് നോക്കാം നമുക്ക്. സെയ്യാറ, ഷാഹിനത്ത്, പിന്നെന്താ ദറാജത്ത്, കുറത്തുൻ. അപ്പോൾ ഏതാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ആളേതാണ്? മറ്റേത് 3 വാഹനങ്ങളാണ്. അപ്പം കുറത്ത് ബോളാണല്ലേ. അപ്പം നമുക്കവിടെ ഒച്ചയനെ കണ്ടെത്തി ശരി കൊടുക്കാം. അടുത്ത് നോക്കാം. ഫീലുണ്ട്, കിത്തുണ്ട്, ബത്തുണ്ട്, പിന്നെന്താ ഉള്ളത്? കൽബുണ്ട്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതായിരിക്കും? ഫീലാണ്. മറ്റേത് 3 ചെറിയ അനിമൽസ് ആണല്ലേ. ഫീൽ എന്താണ്? വലുതാണ്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് നോക്കാം. അപ്പം ഒരു വായനാ കാർഡ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒറ്റയാനെ കണ്ടെത്താനും കളർ ചെയ്യാനുമാണ് ആദ്യത്തെ പാർട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പേജിൽ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ ഇതിലെന്താണ്? ഓരോ വാക്കുകളിലെ ആദ്യത്തെ പദം, ആദ്യത്തെ അക്ഷരം എഴുതിയിട്ടില്ല. അതായത് മൗസ് ആണെങ്കിൽ മാ, മീ, മൂ കൊടുത്തിട്ടുണ്ട്. അപ്പം മീം എങ്ങനെയാണ്? മാ എന്നാണല്ലേ വരേണ്ടത്. ഫത്തഹ് ഇട്ട മീം നിങ്ങൾ കാണുന്നില്ലേ? അപ്പം മൗസുൻ എന്ന് എഴുതി കൊടുത്തു. പെന്നിന് എന്താ നമ്മൾ പറയുക? കലമുനാണ്. അപ്പോൾ ഖാ എഴുതി കൊടുക്കണം. അടുത്തത് എന്താണ്? 3 ബലൂൺസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 നമ്പേഴ്സ് അറബിയിലെ അക്കങ്ങൾ എങ്ങനെയാണ് എഴുതാമെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആദ്യം എന്താ ഉള്ളത്? ഹംസ ഉണ്ട്, അർബ ഉണ്ട്, ജലാസ ഉണ്ട്. അപ്പോൾ ഏതാണ്? 3 ആണല്ലേ. അപ്പോൾ 3 മനസ്സിലാക്കണം, മക്കൾ പഠിച്ചു വെക്കണം. അറബിയിൽ എങ്ങനെയാണ് അക്കങ്ങൾ 1, 2, 3, 4, 5 ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി പഠിച്ചു വെക്കുക. എക്സാമിന് മുമ്പേ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വാക്ക് തിരഞ്ഞെടുക്കാം. അവിടെ എന്താണ്? അവിടെ നിങ്ങളൊരു മങ്കീൻ്റെ പിക്ചറാണ് കാണുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ലബീൻ എഴുതിയിട്ടുണ്ട്, അസദുണ്ട്, കിർദുണ്ട്. അപ്പം മങ്കിക്ക് എന്താ പറയുക? കിർദാണല്ലേ. ലബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനാണ്. അസദ് എന്താണ്? സിംഹമാണ്. അപ്പോൾ കിർദുൻ എന്താണ്? കുരങ്ങനാണ്, മങ്കിയാണ്. അപ്പോൾ അത് എഴുതി കൊടുക്കാം. ഇതുപോലെ ഏതും ചോദിക്കാം. ഇതിലിപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. കിതാബാണ് കൊടുത്തത്. അപ്പം മങ്കി വന്നു, കിതാബ് വന്നു. അപ്പം ബുക്കിന് എന്താ പറയുക? അവിടെ എന്തൊക്കെ കൊടുത്തത്? ഖതബ, കിതാബുൻ, ഖബാബുൻ. അപ്പോൾ കിതാബാണല്ലേ. അതെല്ലാം മക്കൾക്ക് അറിയാം. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്കാണ്. കലമെന്ന് പറഞ്ഞാൽ പെന്നാണെന്നൊക്കെ എല്ലാവരും പഠിച്ചതാണ്. അപ്പം കിതാബ് നോക്കി എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ചിത്രത്തിലെ വസ്തുക്കളുടെ പേരുകൾ അറബിയിൽ പറയാം. അപ്പോൾ ടീച്ചർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നിൻ്റെ പേരുകൾ, അതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളുടെ പേരുകളും ടീച്ചർക്ക് മിസ്സിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ മരം കാണുന്നുണ്ട്. മരത്തിൽ ആരുണ്ട്? ഒരു മങ്കിയുണ്ട്. മരത്തിന് എന്താ പറയുക? ഷജറത്തുണ്ട്. മരത്തിൻ്റെ മുകളിൽ കിർദ് ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ഫീല് നിങ്ങൾ കാണാം. ഫീലിലെ ആനയുണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ലോറി ഉണ്ട്. ലോറി എന്താ പറയുക? ഷാഹിനത്തുണ്ട്. സെയ്യാറ കാറുണ്ട്. അങ്ങനെ അവിടെ സൈക്കിൾ കാണുന്നുണ്ട് അല്ലേ. സൈക്കിളല്ലേ അത്? രാജ്യത്ത്. അങ്ങനെ എല്ലാം പഠിച്ചു വെക്കുക. ഇതേപോലെ ഒരു പിക്ചർ തന്നിട്ട് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അപ്പോൾ എക്സാമിന് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത് നോക്കാം. എണ്ണി പറയാം. എണ്ണി പറഞ്ഞു കൊടുക്കണം എത്രയാണ് നമ്പേഴ്സ് എന്ന്. അപ്പോൾ ആദ്യത്തത് എന്താണ്? ഹംസയാണ്. ഹംസ എന്ന് വെച്ചാൽ 5 ആണ്. അങ്ങനെ ഓരോന്ന് നിങ്ങളവിടെ സലാസ ഒക്കെ കാണുന്നുണ്ട്, സിത്ത ഉണ്ട്, പിന്നെന്തൊക്കെയാണ്? അർബ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അതിൻ്റെ അക്കങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് അറബിയിൽ എന്താണ് അതിന് പറയുക? ഒന്നിനെന്താ പറയുക? വാഹിദ് മുതൽ വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ്ഹ ഒക്കെ പഠിക്കണ്ടേ? അതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഇതേപോലെ എണ്ണി മിസ്സിന് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അടുത്ത് നോക്കാം. നമുക്ക് വായിക്കാം. അപ്പോൾ ഇത് വായിച്ചു കൊടുക്കാനാണ്.
അപ്പോൾ ഇതൊരു ബലൂണിൽ ഒരു കുറേ അറബി വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അറബി പദങ്ങളുണ്ട്. അതൊക്കെ വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ബലൂൺ നോക്കിയാൽ കാണാം. അത കാണാം, ഹസത, മീ, ദു കാണാം, നഖറാഖ്, ഫാസ, സു, സ. അപ്പോൾ അക്ഷരങ്ങളൊക്കെ വായിച്ച് നന്നായിട്ട് പഠിക്കുന്നില്ലേ? അറബി അക്ഷരങ്ങളൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എല്ലാ മക്കൾക്കും. അതേപോലെ വായിച്ചു കൊടുക്കണം. അതാണ് നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ വന്നത്. അടുത്ത എന്താണെന്ന് നോക്കാം. മാതൃക പോലെ യോജിപ്പിക്കാം. അപ്പോൾ ഇതിലൊരു മാതൃക നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഷംസുൻ എന്നുള്ളത് നിങ്ങൾ കാണാം, നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ലൈന് പോകുന്നത് കാണുന്നില്ലേ? അല്ല, ഷംസുൻ. ഓരോ അറബി അക്ഷരങ്ങളും വിട്ട് എഴുതിയിട്ടുണ്ട്. അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെല്ലാം അതേപോലെ തന്നെയാണ്. രണ്ടാമത്തെ നോക്കിയാൽ കാണാം, ബാ ഉണ്ട്, ദാ ഉണ്ട്, ആ. അപ്പോൾ ബദാ ആ എന്നാണ്. അപ്പോൾ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ബദാ ആ. എങ്ങനെയാണ്? ബാൻ്റെ കൂടെ ദാല് കൂട്ടി എഴുതിയിട്ടുണ്ട്. അതേപോലെ ഓരോന്നും നോക്കി എഴുതാനാണ്. ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതേപോലെ ഒരു ഭാഗം, മക്കൾക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ. അപ്പോൾ ഇത് ഈസിയാണ്. ഇതൊക്കെ എല്ലാ മക്കൾക്കും വേഗം ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കാം, വിട്ടുപോയ അക്ഷരങ്ങൾ ചേർത്ത് എഴുതുക. ഇപ്പോൾ ഇതിലും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. ഷജറത്തുണ്ട്, ഖുറത്തുനുണ്ട്, സിറാഫത്തുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മക്കൾ പേര് പഠിക്കുന്നതിൻ്റെ കൂടെ ആദ്യത്തെ അക്ഷരങ്ങളും ഏതൊക്കെയാണ് അതും കൂടി ഒന്ന് എഴുതി നോക്കി അവരെ കൊണ്ട് എഴുതിപ്പിച്ച് നോക്കുക. അപ്പോൾ ഇതേപോലെ വിട്ട് കൊടുത്താലും അവർക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഖുറത്തുനാണെങ്കിൽ എന്താണ്, ഇവിടെ ഫസ്റ്റത്തെ അക്ഷരമല്ല, രണ്ടാമത്തെ അറബി അക്ഷരമാണ് ഖുറത്തുൻ. അപ്പോൾ റാ ആണ് എഴുതി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കണം അവർക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും എഴുതി നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിന് മുന്നേ ഒന്ന് ഡെയിലി ഒന്ന് വായിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അവർക്കത് നന്നായിട്ട് മൈൻഡിൽ ഉണ്ടാവും. രണ്ടാമത്തേത് കണ്ടില്ലേ, ഷജറത്താണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ അറബി അക്ഷരമാണ് വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഷാ എഴുതി ഷീൻ അവിടെ എഴുതി കൊടുക്കണം, ഷജറത്ത് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അതേപോലെ തന്നെയാണ്, ജിറാഫാണ്. അപ്പോൾ അതേപോലെ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്, എല്ലാം അതേപോലെ ഒന്ന് എഴുതി നോക്കണേ, അല്ലെങ്കിൽ എക്സാമിന് വരുമ്പോൾ പാടായിപ്പോവും. നെക്സ്റ്റ് ചിത്രത്തിൻ്റെ പേര് കണ്ടെത്തി എഴുതാം. അത് അർണബാണ്, മുയൽ അർണബാണ്. അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ സർക്കിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് എഴുതിയിട്ട് വേണം ഈ വാക്ക് പൂർത്തീകരിക്കാൻ. അപ്പോൾ ഇതിൻ്റെ പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും വരിക. അപ്പോൾ ദിവസം വായിച്ച് നോക്കിയിട്ട് എല്ലാം നന്നായിട്ട് നോക്കിയേക്കുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അറബിക്ക് ഉണ്ടാവുക. പഠിച്ചാൽ നമുക്കൊക്കെ വേഗം എഴുതാൻ പറ്റും. അപ്പോൾ ഈ പോർഷൻസും നമ്പേഴ്സും അറബിയിലെ അക്കങ്ങളിൽ എഴുതാനുള്ളതും കളേഴ്സിൻ്റെ നെയിമും ഇതേപോലെ പോർഷൻസിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ആനിമൽസും എല്ലാത്തിൻ്റെയും പേരുകളും അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെ എഴുതേണ്ട വിധം, കൂട്ടി എഴുതേണ്ട വിധം ഒക്കെ നോക്കിയേക്കുക. ക്രിസ്മസ് എക്സാം നന്നായിട്ട് എഴുതുക. And keep watching my channel. Thank you.